എല്ലാ മാന്യ പ്രേക്ഷകർക്കും കേരള വിഷനിലേക്ക് സ്വാഗതം. കണ്ണൂരിൻ്റെ പേര് വാനോളം ഉയർത്തിയ നിരവധി സ്ഥലങ്ങളും സ്ഥാപനങ്ങളും ബ്രാൻഡുകളും ഉണ്ട്. അതിലൊന്നായ ബീഡി വ്യവസായം തൊട്ട് IT മേഖല വരെ എത്തിയിരിക്കുന്ന കേരള ദിനേശിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കേരള ദിനേശ് ചെയർമാൻ മിസ്റ്റർ MK ദിനേശ് ബാബു സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. കേരള ദിനേശ് എന്ന് പറയുമ്പോൾ നമ്മൾ ദിനേശ് ബീഡിയാണ്. ദിനേശ് ബീഡി എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധാരണക്കാരിലേക്ക് എത്തിയ ഒരു കാര്യമാണ്. ഒത്തിരി പാവങ്ങൾക്ക് എന്താ പറയുക, ഒരു തൊഴിൽ വരുമാനം എന്ന നിലയിലേക്ക് വന്നു. അപ്പോൾ സാറിൻ്റെ യാത്ര, അതായത് ഈ ഒരു സാർ ഇവിടെ ചെയർമാനായിട്ട് ഇരുന്നിട്ട് എന്താണ് അതിനെ പറ്റിയിട്ട് സാറിന് നമ്മളോട് ഷെയർ ചെയ്യാനുള്ളത്? കേരള ദിനേശ് എന്ന് പറയുന്നത് ബീഡി തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹകരണ സ്ഥാപനമാണ്. 1969 ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനത്തിന് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. മംഗലാപുരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഗണേഷ് ബീഡി കമ്പനി, ആ ബീഡി കമ്പനി കേരളത്തിലായിരുന്നു അതവരുടെ പ്രവർത്തന പരിധി. എന്നാൽ ഒരു കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്തു, ഈ തൊഴിലാളികളെല്ലാം വഴിയാധാരമാക്കിക്കൊണ്ട് അവരുടെ കമ്പനി മുഴുവൻ മംഗലാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവർക്ക് തൊഴിൽ കൊടുക്കാൻ തയ്യാറായില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെയുള്ള ട്രേഡ് യൂണിയനുകളെല്ലാം അവരുടെ നേതാക്കന്മാരെല്ലാം സമരം ചെയ്യുകയും, പക്ഷേ ആ സമരത്തിൻ്റെ ഭാഗമായിട്ടും അവർക്ക് മെച്ചപ്പെട്ട ഒരു ആനുകൂല്യം കിട്ടിയിട്ടുമില്ല. കമ്പനി അടച്ചു പൂട്ടി അവർ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ തൊഴിലാളികൾ എന്തായി, വഴിയാധാരായി. അപ്പോൾ ഈ തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് ആലോചിച്ച ഒരു വഴിയാണ് ഒരു ബീഡി കമ്പനി സഹകരണ മേഖലയിൽ സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ ആ പേര് എന്ത് വേണം, സമാനമായൊരു പേര് വേണം. അപ്പോൾ ഗണേഷ് എന്ന പേരിന് സമാനമായൊരു പേര് ദിനേശ് എന്നൊരു പേര് അവർ കണ്ടെത്തി കേരള ദിനേശ് ബീഡി തൊഴിലാളികളുടെ സഹകരണ സംഘമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ ഒരുപാട് പാവങ്ങളിലേക്കാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് സാധാരണ നിലയിൽ ജീവിക്കുന്ന ആൾക്കാരിലേക്കാണ് നമ്മൾ ആദ്യം തൊഴിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ദിനേശ് ബീഡി ഇപ്പം, അതായത് ദിനേശ് ബീഡി എന്നുള്ള ഒരു സ്ഥാപനം ഒരുപാട് തുണിത്തരങ്ങളിലേക്ക് വന്നു. കോക്കനട്ട് പ്രൊഡക്ട്സ്, നമുക്കൊത്തിരി കോക്കനട്ട് പ്രൊഡക്ട്സ് വന്നു. ഈ ഒരു ലെവലിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. അപ്പോൾ ആ ബീഡിയിൽ നിന്ന് മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചു കഴിഞ്ഞു. അത് ആ ഒരു യാത്ര, അതായത് നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇത്രയും കാലം നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നിലവിൽ നിൽക്കുന്ന ഈ എന്താ പറയുക, തുണിത്തരങ്ങളാണെങ്കിലും ഈ കോക്കനട്ട് പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിലും അത് ആ ഒരു ഇതെങ്ങനെയാണ് വരുന്നത്? അത് ഒരു കാലത്ത് 42,000-ഓളം തൊഴിലാളികൾ ജോലി ചെയ്തൊരു സ്ഥാപനമാണിത്. അന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സഹകരണ സ്ഥാപനമായിട്ടാണ് കേരള ദിനേശ് പ്രവർത്തിച്ചത്. പിന്നീട് 1990 കേന്ദ്ര ഗവൺമെൻറ് പുകയില വിരുദ്ധ നിയമം പാസ്സാക്കി. പുകയില വിരുദ്ധ നിയമം പാസ്സാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബീഡിയും പുകയിലയുടെ ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ അത് നിരോധിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ ആ തൊഴിലാളികൾക്കൊല്ലും തൊഴിൽ നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ടും തൊഴിൽ നഷ്ടപ്പെടുന്ന ആ തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കാൻ അന്നത്തെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചത് വൈവിധ്യവൽക്കരണ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് മാറാം. എന്തായാലും ബീഡി ഇനി ഭാവിയില്ല. അപ്പോൾ ഈ തൊഴിലാളികളെ സംരക്ഷിക്കാൻ വൈവിധ്യവൽക്കരണ പ്രവർത്തനത്തിലേക്ക് മാറണം എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഫുഡ് യൂണിറ്റ് ആദ്യം ആരംഭിച്ചത്. ആ ഫുഡിലാണിപ്പോൾ തേങ്ങാപ്പാൽ, തേങ്ങയുടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഫുഡിലുണ്ട്. തേങ്ങാപ്പാലുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, വെർജിൻ കോക്കനട്ട് ഓയിലുണ്ട്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ എങ്ങനെയാണോ തേങ്ങ ചിരകി ഉപയോഗിക്കുന്നത് അതേ ഗുണനിലവാരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പൊടിയായിട്ട്. അതിന് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എന്ന പേരിൽ ഞങ്ങൾ കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ബർഫി എന്ന് പറഞ്ഞൊരു മധുര പലഹാരമുണ്ട്. കോക്കനട്ട് ലഡു, ഉണ്ടാക്കി തേങ്ങയുടെ പ്രൊഡക്റ്റ് അങ്ങനെ ഒരു ഭാഗത്തേക്കൂടെ പോകും. ജാമുണ്ട്, നമുക്ക് സ്ക്വാഷുകളുണ്ട്. പിന്നെ തേങ്ങയുടെ മറ്റ് ഉൽപ്പന്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഫാക്ടറി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെയാണോ? ഫാക്ടറി ഇവിടെ തന്നെയുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് നമ്മുടെ ഫാക്ടറി. ഈ ഫുഡിന്റെ ഫാക്ടറി ഇവിടെ തോട്ടട എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ട്. ഓക്കെ. ഈ തേങ്ങ ഉൽപ്പന്നങ്ങൾ അതൊക്കെ നമുക്കറിയാലോ, കേരളത്തിലെ ഏറ്റവും നല്ല തേങ്ങ കിട്ടുന്ന സ്ഥലം കുറ്റ്യാടിയാണ്. കുറ്റ്യാടി തേങ്ങയാണ് കേരളത്തിലെ ഏറ്റവും നല്ല തേങ്ങ. ആ തേങ്ങ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഇത്രയും വേറെ എവിടുന്നും നമ്മൾ തേങ്ങ ഒന്നും വാങ്ങുന്നില്ല. തേങ്ങ മുഴുവൻ പർച്ചേസ് ചെയ്യുന്നത് കുറ്റ്യാടിയിൽ. ഓക്കെ സാർ, അപ്പോൾ അപ്പാരൽസ് യൂണിറ്റ് എങ്ങനെയായിരുന്നു ആരംഭിച്ചത്? അപ്പാരൽസ് യൂണിറ്റ് ആരംഭിച്ചത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പാരൽസ് യൂണിറ്റ് ഉപയോഗിച്ചത്.
അപ്പം നമുക്കത് 3 യൂണിറ്റ് ഉണ്ട്. കണ്ണൂരിൽ താണയിലുണ്ട്, കണ്ണൂർ ചാലയിലുണ്ട്, കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ 3 യൂണിറ്റ്. 3 യൂണിറ്റും കൂടി ഏകദേശം ഒരു 250ഓളം തൊഴിലാളികൾ, അതും സ്ത്രീ തൊഴിലാളികളാണ് 90%. ദിനേശിന് ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ദിനേശിൻ്റെ ബീഡിയിൽ മേഖലയിൽ ഇപ്പോൾ 2340 തൊഴിലാളികളുണ്ട്. അതിൽ 99.9% സ്ത്രീ തൊഴിലാളികളാണ്, സ്ത്രീകൾക്കാണ്. പിന്നെ ഈ ഫുഡ് യൂണിറ്റിലും അങ്ങനെ തന്നെയാണ്, 90% കൂടുതൽ സ്ത്രീകളാണ്. എല്ലാ യൂണിറ്റിലും സ്ത്രീകളാണ്, IT ഒഴികെ. IT സ്ത്രീകളാണ് കൂടുതൽ, എന്നാലും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ബീഡിയിലും അപ്പാരൽസിലും അതേപോലെ തന്നെ അംബർല യൂണിറ്റിലും. അംബർല ഈ അപ്പാരൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ എക്സ്പോർട്ടാണ് നമ്മൾ അധികം ചെയ്തു വരുന്നത്. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മളതെല്ലാം മാറ്റി എക്സ്പോർട്ട് ഉണ്ട്. റഡാഗ് എന്ന് പറയുന്ന ഗൾഫിലൊരു കമ്പനിയുടെ തുണി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ട്രെൻഡ്സിൻ്റെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചില അവർ നമുക്ക് തരും തുണിയും മറ്റ് അനുബന്ധ സാധനങ്ങളും നമ്മളത് തയ്ച്ച് കൊടുക്കും. അതേപോലെ വലിയ വലിയ ചില കമ്പനികളുടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ ദിനേശ് എന്നുള്ള ആ ഒരു പേരിൽ തന്നെയാണോ നമുക്ക് എക്സ്പോർട്ടിങ് വരുന്നത്, അല്ലെങ്കിൽ അത് മറ്റ് കമ്പനികൾക്ക് നമ്മൾ ഇവിടുന്ന് അത് ചെയ്ത് കൊടുക്കുന്നു? ഓക്കെ, അത്രയും തൊഴിലവസരങ്ങൾ നമുക്ക് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹാൻഡ് വീവിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കും. ഞങ്ങൾക്ക് ആരാണോ ഓർഡർ തരുന്നത് അവർക്കെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. അതേപോലെ സ്കൂൾ യൂണിഫോം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നവോദയ സ്കൂളിനടക്കം നമ്മൾ യൂണിഫോം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളതിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡൊമസ്റ്റിക് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഡി എക്സ്പ്രസ് എന്നൊരു ഷർട്ടുണ്ട്, ഡി എക്സ്പ്രസ് ഒരു കുറേ പോക്കറ്റിലുള്ള ഒരു ഷർട്ട്. ശരിക്കും മാധ്യമപ്രവർത്തകർ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. മാധ്യമപ്രവർത്തകർ നമ്മളോട് ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് ഈ ഡി എക്സ്പ്രസ് ആണ്. പലരും വന്ന് 5-6 ഷർട്ടിലും വാങ്ങിക്കൊണ്ടുപോകും ഒന്നിച്ചിട്ട്. പിന്നെ ദിനേശ് ഡ്യൂക്ക്, അങ്ങനെയാണ് നമ്മുടെ ഓരോന്നിനും പേരിട്ടില്ല. അങ്ങനെ ഓരോന്നിനും ഓരോ പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഫ്ലെമിംഗോ എന്നാണ് നമ്മുടെ പിന്നെ ബെഡ്ഷീറ്റിന്റെ പേര്. അതൊരു പക്ഷി, ഫ്ലെമിംഗോ ആണ് നമ്മുടെ ബെഡ്ഷീറ്റിന്റെ പേര്. അങ്ങനെ ഏറ്റവും ആകർഷകമായ പേരിലാണ് ദിനേശിന്റെ എല്ലാം. അതായത് പുതിയ തലമുറയെ കൂടി നമ്മൾ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ പാകത്തിലുള്ള നെയിമാണ് എല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അംബർല ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ദിനേശിന്റെ പ്രൊഡക്ട്സ് പുതുതായിട്ട് ഇറക്കുന്നുണ്ടോ? ദിനേശിന്റെ പ്രൊഡക്റ്റ് പുതുതായിട്ട് ഇറക്കണമെന്ന് ഒരുപാട് ഉദ്ദേശങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം നമ്മുടെ ഒരു പ്രയാസം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത്ര സൗകര്യമുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ദിനേശിനെ സംബന്ധിച്ചിടത്തോളം കോടികളുടെ ആസ്തിയുള്ളൊരു സ്ഥാപനമാണ്. പക്ഷേ ഈ മേഖലകളിലേക്ക് നമുക്ക് കൂലി കുറച്ചേ കൊടുക്കാൻ കഴിയും, ഒരുപാട് കൂലി കൊടുക്കാൻ കഴിയില്ല. കാരണം നമ്മളിപ്പോൾ കൂലി കൊടുക്കുന്ന കൃത്യമായി എഴുതി തയ്യാറാക്കി നമുക്ക് വരുമാനവും കൃത്യമായി എഴുതി തയ്യാറാക്കി വരുന്ന ഒരു സൊസൈറ്റിയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ടാക്സ് നിർബന്ധമായിട്ടും ടാക്സ് അടക്കണം. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ ഈ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് അടച്ചതിന് GST അടച്ചതിന് അവാർഡ് കിട്ടിയവരാണ് ഞങ്ങൾ. അതായത് കൃത്യമായി നോക്കി നമ്മൾ കണക്കുകളെല്ലാം കൃത്യതയോടെ ചെയ്യുന്നത്. അതുപോലെ സാർ, നമ്മളിപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ നമ്മളെ പ്രൊഡക്ട്സ് ഉണ്ട്. ഈ പ്രൊഡക്ട്സ് നമ്മൾ ഓൾ കേരള നമ്മൾ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിസ്ട്രിക്ട് വൈസ് മാത്രമാണ്? ഓൾ കേരള അല്ല, മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രൊഡക്റ്റ് ഗൾഫിലേക്ക് അയച്ചിട്ടുണ്ട്. പുറത്ത് അത് പുറമേലേക്ക് അയക്കുന്നത് പറഞ്ഞു. ബാംഗ്ലൂർ കിട്ടും, നമുക്ക് ഡൽഹിയിൽ കിട്ടും, ചെന്നൈയിൽ കിട്ടും. അങ്ങനെ പ്രധാനപ്പെട്ട ടൗൺ കേന്ദ്രങ്ങളിലെല്ലാം സൂപ്പർ മാർക്കറ്റുകളിൽ ഞങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റ് വിതരണം ചെയ്യുന്നുണ്ട്. നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കറി പൗഡർ അഗ്മാർക്ക് സർട്ടിഫിക്കറ്റോടുകൂടിയ കറി പൗഡറാണ്. അഗ്മാർക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനയുടെ ഭാഗമായി പുറത്തിറക്കുന്നത്. പൊടി അവിടെ പൊടിച്ചു വെച്ചാൽ ഉടനെ പാക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഈ അഗ്മാർക്കിൻ്റെ ഉദ്യോഗസ്ഥൻ വന്ന് അത് പരിശോധിക്കണം. പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് തന്നാൽ മാത്രം നമുക്കത് പാക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു പ്രശ്നം കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതെങ്ങനെയാണ് നടക്കുന്നത്, ആ ഒരു പ്രോസസ്സിങ് എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പം നമ്മൾ തന്നെ അവർ മന്ത്ലി അല്ലെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ വരും. അങ്ങനെ വന്ന് ഓരോ വീക്കിലും വന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് നമുക്ക് ഈ ഒരു പ്രോസസ്സിംഗ് ടൈമിൽ ഉണ്ട്. കാരണം ഇതൊന്ന് ചെയ്യണമെങ്കിൽ അവർ വരുന്ന ഒരു ടൈമും കൂടി നമ്മൾ കാണേണ്ടി വരും. അല്ലാതെ നമുക്ക് പ്രൊഡക്റ്റ് പുറത്തിറക്കാൻ പറ്റില്ല. നമ്മൾ അത്രയും പ്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ പിന്നെ നമുക്കത് പിന്നീട് ഒരു ക്വസ്റ്റ്യൻ നമ്മളിലേക്ക് വരുന്നില്ല അല്ലേ? കാരണം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വിപണിയിലേക്ക് പോയി കഴിഞ്ഞാൽ 100% നമുക്കത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഒരു മായം നമ്മൾ അതിലേക്ക് ഓക്കെ ഒരു മായം അതിലേക്ക് ആഡ് ചെയ്ത്. അപ്പോൾ ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടി പറയാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എല്ലാ പ്രൊഡക്റ്റുകളും എന്ത് തയ്യാറാക്കിയാലും പരിശോധിക്കൽ ഏതിലാ മൃഗങ്ങളിലും മറ്റുമാണ് അല്ലേ? ഞങ്ങൾ മനുഷ്യരെ തന്നെ പരിശോധിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ മുഴുവൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവനക്കാരും തൊഴിലാളികൾക്കും ആദ്യം നമ്മളത് വിതരണം ചെയ്യും, അവരുപയോഗിക്കും. ഇവിടെയുള്ള എല്ലാവരും ചെയർമാൻ ഉൾപ്പെടെ ഏറ്റവും താഴേക്കടയിലുള്ള ബീഡി തൊഴിലാളികൾ വരെ ദിനേശിൻ്റെ പ്രൊഡക്റ്റ് മാത്രമേ ഉപയോഗിക്കൂ.
ഉപയോഗിക്കുന്നത്. ഒരാരും ഉപയോഗിക്കില്ല. ഓക്കെ, ഫസ്റ്റ് ടെസ്റ്റിംഗ് നമ്മളാണ്. ഫസ്റ്റ് ടെസ്റ്റിംഗ് നമ്മളാണ്. അതാണ് പിന്നീടാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ധൈര്യസമേതം പറയാൻ ദിനേശിന്റെ പ്രൊഡക്റ്റ് കഴിച്ച് ആരും മരിക്കില്ല. അത് നമ്മൾ കഴിച്ച് എഗ്രി ചെയ്ത കാര്യമാണ്. ഓക്കെ, നമ്മൾ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ സാറിൻ്റെ ഈ പ്രൊഡക്റ്റ് നമ്മൾ പ്യൂരിറ്റിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് അംബർല വരുന്നുണ്ട്, അതുപോലെ IT. എങ്ങനെയാണ് നമ്മൾ ദിനേശ് BD എന്നുള്ളൊരു ഒരു സ്ഥാപനം പെട്ടെന്ന് ഒരു IT ലെവലിലേക്ക് മാറുകയാണ്? ആ ഒരു ഇതെങ്ങനെയാണ്? നമ്മുടെ IT എന്ന് പറയുന്നത് ഏകദേശം 20 വർഷമായി സ്ഥാപിച്ചൊരു സ്ഥാപനമാണ്. 20 years ആയി. 25 years. നമ്മൾ 25ാം വാർഷികം ആഘോഷിച്ചു. നമ്മളിപ്പോൾ അത് ചെയ്യുന്നത് ഈ സഹകരണ സ്ഥാപനങ്ങളുടെ സോഫ്റ്റ്വെയർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും. പിന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ അവർക്കുള്ള ഇലക്ട്രിസിറ്റീൻ്റെ മീറ്റർ റീഡിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ഞങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. പാലക്കാട് പ്രദേശങ്ങളിൽ വാട്ടർ മീറ്റർ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പുതിയ പുതിയ മേഖലകളിലേക്ക് ഞങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. IT സംവിധാനം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, ഏഷ്യയിലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളിൽ ആകെയുള്ളത് കേരള ദിനേശിന് മാത്രമാണ്. IT മാത്രമല്ല, നമുക്ക് ഡാറ്റാ സെൻറ്റർ കൂടിയുണ്ട്. നിങ്ങളുടെ കേരള വിഷൻ്റെ ഡാറ്റകൾ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സൗകര്യമാണ് ഞങ്ങൾ ഇത് തരും. നമ്മൾ ഡാറ്റാസ് എന്ന് പറയുമ്പോൾ നമ്മളത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ആ ഒരു ലെവലിലാണല്ലേ? ഓക്കെ. ഈ സത്യം പറഞ്ഞാൽ നമ്മൾ ദിനേശ് BD എന്ന് പറയുമ്പോൾ പഴയ തലമുറക്ക് കൂടുതൽ അറിയാൻ പറ്റുമായിരിക്കും എങ്ങനെയാന്ന്. ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് BDയെ പറ്റി കൂടുതലായിട്ട് അറിയണം എന്നില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ വലിക്കുന്നില്ല. ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കില്ലേ പല രീതിയിലായി. ഇപ്പൊ സാറിന്റെ മുൻപിൽ ഇരുന്നിട്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദിനേശിനെ പറ്റി ഒരുപാട് കാര്യങ്ങളാണ് ഞാനിപ്പോൾ എൻ്റെ അറിവിൽ തന്നെ വന്നിരിക്കുന്നത്. ഇപ്പം IT മേഖല എന്ന് പറയുന്നത് ഒരു നോർമൽ കമ്പനിയിൽ നിന്ന് ഒരു വലിയൊരു കമ്പനി ലെവലിലേക്ക് മാറി. IT നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നൊരു രീതിയിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് വർഷം കൂടി കഴിയുമ്പം ദിനേശ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും കാട്ടി അപ്പുറത്തേക്ക് എത്തും. തീർച്ചയായിട്ടും. കാരണം ഇപ്പം നമ്മൾ ചെയ്യുന്നത് കേരളത്തിലാണ്. നമുക്ക് ഒരു 5-6 വർഷത്തിനപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്നു പുറം ലെവലിലേക്കും കൂടി. പിന്നെ പ്രവർത്തനമായിട്ട് ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ബന്ധപ്പെടുന്നുണ്ട്. മറ്റ് സംസ്ഥാന ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ ചെയ്യാനുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. ശരിക്കും IT എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സ്ട്രോങ് ടീം തന്നെ നമുക്ക് ബാക്കിൽ വേണം. കാരണം എഞ്ചിനീയർമാരുണ്ടല്ലോ, ഒരു ഭയങ്കര റിസ്കി ആയ ഒരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളുടെ ലെവലിലാണെങ്കിൽ നമുക്ക് അതിന്റെ പരിമിതികളെല്ലാം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പുറമേ നമ്മളത് കൊടുക്കുക എന്ന് പറയുമ്പോൾ വളരെ റിസ്കി ആയ ഒരു കാര്യം. നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സെക്യൂർഡ് ആയ സോഫ്റ്റ്വെയർ ആണ്. അതിലാർക്കും ഒരു കാരണവശാലും ഇടപെടാൻ പറ്റില്ല. അത്രയും സെക്യൂർഡ് ആണ് നമ്മൾ. മീൻസ് ഹാക്കിംഗ് ഒന്നും പറ്റില്ല എന്നുള്ള വിശ്വാസമാണ്. നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം നമ്മൾ വിശ്വസിക്കുന്നത് ഞങ്ങളെ അങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. അംബർല അങ്ങനെയാണ്. അംബർല നല്ല രീതിയിൽ തന്നെയാണ് അംബർല നമ്മൾ തയ്യാറാക്കി വരുന്നത്. അതിന് നമുക്ക് 2-3 യൂണിറ്റുകളുണ്ട്. കോടികളുടെ അംബർല ഒരു വർഷം നമ്മൾ വ്യാപാരം ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള കുട്ടികളുടെ അംഗൻവാടി കുട്ടികളത് മുതൽ മുതിർന്നവർക്ക് പിടിക്കാൻ വേണ്ടി പറ്റുന്ന പല പേരുകളിലുണ്ട്. ഓരോ അപ്പൂപ്പിപ്പി എന്ന് പറയും, അത് ചെറിയ കുട്ടികളുടെ അങ്ങനെയുള്ള മുതൽ ഗോഡ് ഫാദർ എന്നിട്ടൊരു വലിയ മീൻസ് ഗ്രാൻഡ് ഫാദർ അങ്ങനെയൊക്കെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വലിയ കൂടെ. അതെല്ലാം വളരെ ട്രെൻഡി തന്നെയാണ് പോകുന്നത് അല്ലേ? നന്നായിട്ട് പോകുന്നത്. വെറൈറ്റി നെയിംസ് ആണ്. അപ്പു പിപ്പി, ഗോഡ് ഫാദർ. അപ്പൊ അതിന്റെ മീഡിയം നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ്? ഒരുപാട് പേരുകളിലാണ് കുടകൾ അറിയപ്പെടുന്നത്. ഓരോ 3-fold പേരുണ്ട്. വളരെ കൗതുകമാണ് സാർ ഇങ്ങനെ പറയുമ്പോൾ. അത് പേരിലാണെങ്കിലും കുട്ടിത്തം തൊട്ട് വലിയ ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേരുകൾ വരെ നമ്മൾ ലേഡീസിന് സെപ്പറേറ്റ് അംബർല ഉണ്ട്. 3-fold 5-fold ആണല്ലോ ഇപ്പൊ സ്ത്രീകൾ കൂടുതലാണ് ഉപയോഗിക്കുന്നത്. അത് ബാഗിൽ വെച്ച് എല്ലാവരും കുറെ കൂടി ഈസി ആയ കാര്യങ്ങളാണല്ലോ നോക്കുന്നത്. ഒരുപാട് പലതരത്തിലുള്ള കുടകളുണ്ട്. ഇപ്പൊ തുണിത്തരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മള് സാരീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നില്ല. ഇല്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ സാരി, ഷർട്ട്, അത് മാത്രം. ഷർട്ടും പിന്നെ ലേഡീസിന്റെ ടോപ്സ് ഇതാണ് നമ്മൾ കൂടുതൽ ഇപ്പം നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മുടെ മറ്റു മേഖല ജീൻസ് അതുപോലുള്ള ടൈപ്പിലേക്ക് പോകാൻ കുറച്ച് മുൻപേ സാർ പറഞ്ഞു, മറ്റൊരു സ്പെഷ്യൽ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഒരു ഷർട്ടിനെ പറ്റിയിട്ട്, കുറച്ച് പോക്കറ്റ്സ് ഒക്കെ ഉള്ള അതിന്റെ മോഡലിലേക്ക് പോകണം. അല്ല, അതുകൊണ്ട് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റം വരുത്തിയാണ്. നേരത്തെ 4 പോക്കറ്റാണ് ഉള്ളത്, ഇപ്പോൾ 5 പോക്കറ്റിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം എൻ്റെ ഒരു കൗതുകത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം നമ്മൾ പലയിടത്തും പല ബ്രാൻഡിൽ സാധനങ്ങൾ വന്നു തുടങ്ങി. ആ ബ്രാൻഡ് തന്നെ അവർ പ്രൊമോട്ട് ചെയ്യാണ്.
ഇപ്പം ദിനേശ് എന്നുള്ള ഈ ഒരു ബ്രാൻഡ് ഇപ്പൊ തുണിത്തരങ്ങൾക്ക് മാത്രം നമ്മൾ സപ്പോസ് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് സ്റ്റുഡിയോ. കുട്ടികൾക്ക് ഏറ്റവും ചീപ്പ് റേറ്റിൽ, അതായത് ഏറ്റവും വില കുറഞ്ഞതിൽ ഡ്രസ്സ് എടുക്കാം. ഇപ്പൊ ദിനേശ് ആ ലെവലിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ എന്തായാലും പോകാൻ കഴിയില്ലല്ലോ. അത് വലിയൊരു ടാറ്റേന്റെ ഒരു കമ്പനി, ടാറ്റേന്റെ ലെവലിലേക്കും ഞങ്ങൾ പോകാൻ കഴിയില്ല. നമുക്ക് പ്രതീക്ഷയുണ്ട്. നമുക്ക് ഇപ്പം സർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നമുക്ക് അത് ഉൾപ്പെടുത്തുന്നതിൽ നമുക്ക് തെറ്റൊന്നുമില്ല. കാരണം പോകാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. അതെ അതെ തീർച്ചയായിട്ടും. കാരണം ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ നമ്മളില്ലത് ഉള്ളത്, മുൻപിലേക്ക് പോകുന്നത് നമ്മുടെ ആ ധൈര്യത്തിലാണ്. നമ്മുടെ ധൈര്യം. നമ്മളിപ്പം ദിനേശ് ഹോട്ടൽ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. ഹോട്ടൽ മേഖല നമ്മൾ തുടങ്ങിയിട്ട് എത്ര വർഷത്തോളമായി? ഹോട്ടൽ തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തിൽ കൂടുതലായി. പുതിയ പുതിയ ഹോട്ടൽ ഇപ്പം ഏറ്റവും അടുത്ത് ലാസ്റ്റിൽ നമ്മൾ വടകരയിൽ പുതിയ ഹോട്ടലും അതേപോലെ തന്നെ പിന്നെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഹോട്ടൽ നമ്മളിപ്പോൾ വടകരയിലാണ്. വടകരയുണ്ട്, കണ്ണൂരുണ്ട്, പയ്യന്നൂരിലുണ്ട്, തലശ്ശേരിയുണ്ട്, പിണറായി ഉണ്ട്. ഇത്രയും സ്ഥലങ്ങളിൽ ഓൾറെഡി ഹോട്ടൽ നമ്മൾ ഹോട്ടൽ ശൃംഖല ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്, കടന്നിരിക്കുന്നത്. ആ രീതിയിലൊരു ഹോട്ടൽ ശൃംഖല കോഫി ഹൗസിലും പോലല്ലേ, ഇന്ത്യൻ കോഫി ഹൗസ് ആ രീതിയിൽ മോഡലിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 വർഷത്തിന്റെ ഒരു ടൈം പീരീഡിന്റെ ഇടയിൽ നമ്മൾ ഇത്രയും സ്ഥലങ്ങളിലേക്ക് നമ്മൾ തുടങ്ങി. ഹോട്ടലല്ല, ഒരു 10 വർഷമായി. 10 വർഷം. ഇപ്പൊ പിണറായിലും അതേപോലെ തന്നെ പിന്നെ പുതിയ ഹോട്ടൽ ഉണ്ടാക്കിയിട്ട് വടകരയിൽ പുതിയ ഹോട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ പുതിയ മേഖലകളിലേക്ക് ഹോട്ടൽ, പിന്നെ സൂപ്പർ മാർക്കറ്റ്. ഓക്കെ. അപ്പൊ ഈ ഹോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെയും സ്ത്രീകൾക്കാണോ മുൻഗണന കൊടുത്തിരിക്കുന്നത്? ഹോട്ടലിൽ മുഴുവൻ സ്ത്രീകൾ കൊടുക്കാനില്ല. ഭക്ഷണമാണല്ലോ ഹോട്ടലിൽ ഏറ്റവും പ്രധാനം. നമ്മൾ നാടൻ ഫുഡുകളാണോ? നാടൻ ഫുഡുകൾ. അപ്പൊ ഈ പഴയ തലമുറയുടെ രുചികളും കാര്യങ്ങൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് ആയിരിക്കും ഇന്നത്തെ ഈ ഒരു ഇതിനോട് താല്പര്യം ഉണ്ടാവില്ല, പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചൈനീസ് ഫുഡാണ്. ആ ഒരു ലെവലിലേക്ക് മാറി. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടാവില്ല സാർ? ഇപ്പൊ ആ ഒരു നമ്മൾ ആ ലെവലിലേക്ക് എന്താ പറയാ, ഈ കുട്ടികളിലേക്ക് നമ്മൾ എത്തണം, അല്ലെങ്കിൽ ഈ തലമുറയിലേക്ക് നമ്മൾ എത്തണം. അത് എങ്ങനെയാണ്? ആ ഒരു ടേസ്റ്റിന്റെ രീതിയാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ പല ഹോട്ടലുകളിലും അന്യ സംസ്ഥാനക്കാരാണ് ഭൂരിഭാഗം ഭക്ഷണം പാകം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നത്. ദിനേശിന്റെ ഹോട്ടലിലല്ല, അതല്ല. നമ്മുടെ മലയാളികൾ, പ്രത്യേകിച്ച് ദിനേശ് ബീഡി തൊഴിലാളികളായ ആളുകൾ അല്ലെങ്കിൽ ദിനേശ് ബീഡി തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾ ആദ്യം പരിഗണന കൊടുക്കല് ദിനേശ് കുടുംബത്തിലാണ്. അതായത് നമ്മുടെ കുടുംബമാണ്. ഏത് മേഖലയിലും, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഏത് മേഖലയിലും കൊടുക്കുന്നത് ദിനേശിന് പരിഗണന കൊടുക്കും, ദിനേശ് തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾ. അതിലവിടെ ആളില്ല എന്ന് വിചാരിച്ചോ, അല്ലാത്തവർക്ക് മാത്രമേ നമുക്ക് പുറത്ത് തൊഴിൽ കൊടുക്കൂ. IT മേഖലയിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ദിനേശ് കുടുംബത്തിന് അധികം ആളുകൾ വന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തുള്ള എഞ്ചിനീയർമാരെ ഞങ്ങൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തും. നമുക്കത് എടുക്കേണ്ടതായിട്ട് വന്നു. നിർബന്ധമല്ലേ, സ്വാഭാവികമായിട്ടും. നമ്മളൊരു കമ്പനി വളരുവാന്ന് പറയുമ്പോൾ നമ്മൾ പലതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ സാർ, എന്താ പറയാ, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു സാറിൻ്റെ അടുത്ത് ഇത്രയും നേരം സമയം ചെലവഴിച്ച് സാറിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ദിനേശ് കുടുംബത്തിന്റെ വിശേഷം. അതെ, ദിനേശ് കുടുംബത്തിന്റെ വിശേഷം. അത് ഞാൻ എടുത്തു പറയുന്നത്. വിശേഷങ്ങളില്ല. അതായത് ഇന്നിപ്പോ ഞാൻ ദിനേശ് കുടുംബമാണ്. ഞാൻ ഇന്ന് ഇവിടെ വന്നു, ഈ കുടുംബത്തിനോട് യോജിച്ചു, നമ്മൾ ഈ കുടുംബത്തിന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നുന്നു സാറിന്റെ അടുത്ത് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ. വളരെ നന്ദി സർ, താങ്ക് യു. തീർച്ചയായിട്ടും വീണ്ടും നമ്മൾ കാണാം. ഓക്കെ സർ.